നമസ്കാരം. ഇതുവരെ ആരംഭിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രവിത ലക്ഷ്മി. എന്നോടൊപ്പം കേൾവി പരിമിതരെ സഹായിക്കാൻ സോന ജറിയും ചേരും. വിശദമായ വാർത്തകളിലേക്ക്. വയനാട് DCC ട്രഷറർ NM വിജയന്റെ ആത്മഹത്യാ കേസിൽ പ്രതി ചേർക്കപ്പെട്ടതിന് പിന്നാലെ ഒളിവിൽ പോയെന്ന വാദം നിഷേധിച്ച് IC ബാലകൃഷ്ണൻ MLA സുഹൃത്തിന്റെ മകളുടെ വിവാഹത്തിനായി ബംഗളൂരുവിലാണ്. കോടതിയിൽ വിശ്വാസമുണ്ടെന്നും 2 ദിവസത്തിനകം തിരികെ എത്തുമെന്നും IC ബാലകൃഷ്ണൻ പറഞ്ഞു. ഞാൻ എൻ്റെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി കർണാടകയിൽ വന്നതാണ്. എൻ്റെ സുഹൃത്തിൻ്റെ മകളുടെ മാരേജ് ഫംഗ്ഷനുമായി ബന്ധപ്പെട്ട് ഞാൻ ഇന്നോ നാളെയായിട്ട് നാട്ടിലെത്തും. ഞാനൊരു ജനപ്രതി എന്ന നിലയ്ക്ക് ഒളിച്ചോടേണ്ട ആളല്ല, ഒളിവിൽ പോകേണ്ട ആളല്ല. നീതിന്യായ ബഹുമാനപ്പെട്ട കോടതിയെ എന്നെ സംബന്ധിച്ച് എനിക്ക് വിശ്വാസമുണ്ട്. അതുകൊണ്ട് ഒരിക്കലും ഞാൻ ഭയപ്പെടുന്നില്ല. ഞാൻ ഒളിവിൽ പോയതല്ല. ഇത്തരത്തിലുള്ള വാർത്ത അടിസ്ഥാനരഹിതമാണെന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. കേസിൽ IC ബാലകൃഷ്ണന്റെയും DCC അധ്യക്ഷൻ ND അപ്പച്ചന്റെയും അറസ്റ്റ് കോടതി തടഞ്ഞു. ഈ മാസം 15 വരെ അറസ്റ്റ് പാടില്ലെന്ന് കൽപ്പറ്റ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി വാക്കാൽ നിർദ്ദേശം നൽകി. സുൽത്താൻ ബത്തേരി അർബൻ ബാങ്കിൽ നിയമനം നൽകണമെന്നാവശ്യപ്പെട്ട് DCC പ്രസിഡന്റായിരിക്കെ IC ബാലകൃഷ്ണൻ MLA നൽകിയ ശുപാർശ കത്ത് പുറത്തുവന്നു. സുർജിത്ത് അയ്യപ്പത്ത് ചേരുന്നുണ്ട് വയനാട്ടിൽ നിന്നും. സുർജിത്ത്, IC ബാലകൃഷ്ണൻ ഉൾപ്പെടെ 3 പ്രതികൾ, അതായത് പ്രതി ചേർക്കപ്പെട്ടവർ ഒളിവിൽ പോയി എന്നുള്ള വാർത്തയായിരുന്നു പുറത്തു വന്നിരുന്നത്. എന്നാൽ താൻ ഒളിവിലല്ല എന്ന് IC ബാലകൃഷ്ണൻ പറയുന്നു. അദ്ദേഹം എന്തൊക്കെ കാര്യങ്ങൾ ഈ വീഡിയോ സന്ദേശത്തിൽ പറയുന്നുണ്ട്? ഇവർ ഈ കേസിൽ പ്രതി ചേർക്കപ്പെട്ടതിന് പിന്നാലെ പിന്നെ 3 പേരുടെയും ഫോണുകൾ സ്വിച്ച് ഓഫ് ആവുന്ന നിലയാണ് ഉണ്ടായത്. അതായത് IC ബാലകൃഷ്ണൻ MLA, ഒപ്പം തന്നെ ND അപ്പച്ചൻ, KK ഗോപിനാഥൻ എന്നിവരാണ് പ്രതികൾ. ആ പ്രതികളുടെ 3 പേരുടെയും ഫോണുകൾ സ്വിച്ച് ഓഫ് ആയിരുന്നു. ഒരു തരത്തിലും ബന്ധപ്പെടാൻ കഴിയാത്ത വിധത്തിൽ ഒരു പ്രതികരണം ഉണ്ടായില്ല. പക്ഷേ ഇന്ന് പ്രിൻസിപ്പൽ സെഷൻസ് കോടതി കേസ് പരിഗണിച്ചു. കേസ് പരിഗണിച്ച ഘട്ടത്തിൽ 15-ാം തീയതി വരെ ഇവരെ അറസ്റ്റ് ചെയ്യരുത്, നേതാക്കളെ അറസ്റ്റ് ചെയ്യരുത് എന്നുള്ള നിർദ്ദേശം വെച്ചു. ഇതിന്റെ ഭാഗമായാണ് ഇത്തരത്തിൽ ഒരു പ്രതികരണത്തിലേക്ക് എത്തിയതെന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും ഒളിവിൽ പോയി എന്നുള്ള വാദത്തെ നിഷേധിക്കുകയാണ് IC ബാലകൃഷ്ണൻ. അദ്ദേഹം ഒരു വീഡിയോ സഹിതം, അതായത് ഒരു ദൃശ്യം സഹിതം തന്നെ അതുമായി ബന്ധപ്പെട്ട പ്രതികരണം നടത്തുകയാണ്. താൻ ഒളിവിൽ പോയിട്ടില്ല, സുഹൃത്തിന്റെ മകളുടെ വിവാഹത്തിനായി ബാംഗ്ലൂരിലേക്ക് പോയതാണ്. ഒളിവിൽ പോയി എന്നുള്ള പ്രചാരണം ശരിയല്ല. തന്റെ ജനകീയതയെ ഇടതുപക്ഷത്തിന് ഭയമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ കള്ളക്കേസാണ് കുടുക്കിയിരിക്കുന്നത്. ഭരണസ്വാധീനം ഉപയോഗിച്ചാണ് കള്ളക്കേസിൽ കൊടുക്കാൻ ശ്രമം നടക്കുന്നത് എന്നും അദ്ദേഹം പറയുന്നു. നീതി ലഭിക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. നീതിന്യായ വ്യവസ്ഥയിൽ പരിപൂർണ വിശ്വാസമുണ്ട് എന്ന് IC ബാലകൃഷ്ണൻ പറയുന്നുണ്ട്. ഒപ്പം തന്നെ 2 ദിവസത്തിനുള്ളിൽ നാട്ടിലെത്തും, ഇന്നോ നാളെയോ ആയി നാട്ടിലെത്തും എന്നും അദ്ദേഹം പറയുന്നുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരണം വന്നു കഴിഞ്ഞു. 15-ാം തീയതി വരെ അറസ്റ്റ് തടയുന്ന നിലപാടാണ് കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. സ്വാഭാവികമായും കോൺഗ്രസ് നേതാക്കൾക്ക് അല്പം ആശ്വാസം കിട്ടുന്ന തരത്തിലുള്ള ഒരു ഇടപെടലാണ് കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത് എന്ന് വേണം പറയാൻ. അതേസമയം ഒരു കത്ത് പുറത്തു വന്നിട്ടുണ്ട്. ആ കത്ത് 2021-ൽ DCC പ്രസിഡന്റ് ആയിരിക്കെ IC ബാലകൃഷ്ണൻ MLA നൽകിയ ഒരു ശുപാർശ കത്താണ്. ആ ശുപാർശ കത്ത് വഴി ഒരു നിയമനത്തിന് വേണ്ടിയുള്ള ശുപാർശയാണ്. ബത്തേരി അർബൻ ബാങ്കിലാണ് സ്വീപ്പർ തസ്തികയിലേക്കുള്ള ശുപാർശ നൽകിയത്. ഈ സ്വീപ്പർ തസ്തികയിലായിരുന്നു നേരത്തെ NM വിജയന്റെ മകൻ, ഇപ്പോൾ മരിച്ച ജിജേഷിന് ആ ജോലി, ഇങ്ങനെ ഒരു ശുപാർശ നൽകിയത് വഴി ആ ഉദ്യോഗാർത്ഥിക്ക് ജോലി നൽകി. അതുവഴി ജിജേഷിന്റെ ജോലി നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് CPM ഉന്നയിക്കുന്ന ആരോപണം. അത് കത്തിലും, അതായത് ഈ പുറത്തു വന്ന കത്തിലും അക്കാര്യം ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും കോഴ വാങ്ങിയാണ് ഈ ഒരു നിയമനം നടത്തിയതെന്നുള്ള ആക്ഷേപമാണ് CPM ഉന്നയിക്കുന്നത്. ഈ വിഷയം രാഷ്ട്രീയ ആയുധമാക്കാനുള്ള തീരുമാനത്തിലേക്കാണ് CPM എത്തുന്നത്. 13-ാം തീയതി ബത്തേരി കേന്ദ്രീകരിച്ച് വലിയ രീതിയിലുള്ള ഒരു പരിപാടി നടത്തുന്നുണ്ട്, പ്രതിഷേധ പരിപാടി നടത്തുന്നുണ്ട്. ഗോവിന്ദൻ മാസ്റ്ററാണ് ആ പരിപാടിയിൽ പങ്കെടുക്കുന്നത് എന്നുള്ളതാണ്. അതിനുശേഷം മനുഷ്യച്ചങ്ങല അടക്കമുള്ള പ്രക്ഷോഭ പരിപാടിയിലേക്ക് ഇറങ്ങുകയാണ് CPM. അതിന് കാരണം IC ബാലകൃഷ്ണന്റെ രാജിയാണ് CPM ആവശ്യപ്പെടുന്നത്. ഒപ്പം തന്നെ മറ്റുള്ളവരെ അറസ്റ്റ് ചെയ്യാനുള്ള നടപടിയിലേക്ക്, എല്ലാവരെയും അറസ്റ്റ് ചെയ്യാനുള്ള നടപടിയിലേക്ക് എത്തണമെന്നുള്ള ആവശ്യം കൂടി ഇവർ ഉന്നയിക്കുന്നുണ്ട്. പ്രവിത. സുർജിത്ത് അയ്യപ്പത്താണ് വയനാട്ടിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. പാലക്കാട് നിന്നുള്ള വാർത്തയിലേക്കാണ്. കീഴായൂരിൽ വീട് ജപ്തി ചെയ്യാൻ ഉദ്യോഗസ്ഥരെത്തിയതിന് പിന്നാലെ വീട്ടമ്മ തീ കൊളുത്തി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. പൊള്ളലേറ്റ കിഴക്കേപുരയ്ക്കൽ വീട്ടിൽ ജയെ തൃശൂർ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. ജപ്തിക്കായി ഷൊർണൂർ സഹകരണ അർബൻ ബാങ്ക് ഉദ്യോഗസ്ഥർ വീട്ടിലെത്തിയപ്പോഴായിരുന്നു ആത്മഹത്യാശ്രമം. നിഖിൽ പ്രമേഷ് പാലക്കാട് നിന്ന് ചേരുകയാണ്. നിഖിൽ, നിലവിൽ ഈ വീട്ടമ്മ ചികിത്സയിലാണെന്നാണ് മനസ്സിലാക്കുന്നവരുടെ ആരോഗ്യനില എങ്ങനെയാണ്? ആരോഗ്യനില ഗുരുതരമായി തുടരുന്ന സാഹചര്യം നിലവിലില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്.
കീഴായൂർ ഗവൺമെന്റ് UP സ്കൂളിന് സമീപം താമസിക്കുന്ന ജയയാണ് മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുത്തിയത്. ജപ്തി നടപടികളുമായി ബന്ധപ്പെട്ട് ഷൊർണൂർ കോർപ്പറേറ്റീവ് അർബൻ ബാങ്ക് ഉദ്യോഗസ്ഥർ വീട്ടിലെത്തിയപ്പോഴായിരുന്നു ഈ സംഭവം ഉണ്ടായത്. ജപ്തി നടപടി ആരംഭിച്ച സമയത്ത് വീട്ടമ്മ വീടിനുള്ളിൽ നിന്ന് മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുത്തുകയായിരുന്നു. തുടർന്ന് അയൽവാസികൾ ചേർന്ന് ഇവരെ സമീപത്തെ സ്വകാര്യ ആശുപത്രിയിലും തുടർന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി തൃശൂർ മെഡിക്കൽ കോളേജിലേക്കും എത്തിക്കുകയായിരുന്നു. ഇവർക്ക് 50% പൊള്ളലേറ്റിട്ടുണ്ട് എന്നുള്ളതാണ് ആശുപത്രി അധികൃതർ നൽകുന്ന വിശദീകരണം. സംഭവത്തെ തുടർന്ന് പട്ടാമ്പി പോലീസും തഹസിൽദാരും സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു പോരുകയാണ്. 2015 ഇവർ ഷൊർണൂർ കോപ്പറേറ്റീവ് അർബൻ ബാങ്കിൽ നിന്ന് വായ്പയായി 2 ലക്ഷം രൂപ എടുത്തിരുന്നത്. ഇതിന്റെ തിരിച്ചടവ് മുടങ്ങിയതിന് പിന്നാലെയാണ് ജപ്തി നടപടിയിലേക്ക് കടന്നത്. കുടിശ്ശികയടക്കം ഏതാണ്ട് 4.25 ലക്ഷം രൂപയാണ് ഇവർ തിരിച്ചടക്കേണ്ടത്. തുടർന്ന് ബാങ്ക് കോടതിയുടെ അനുമതിയോടുകൂടി ജപ്തി നടപടികൾ സ്വീകരിക്കുകയായിരുന്നു. എല്ലാ മുൻകരുതലും സ്വീകരിച്ച് നേരത്തെ തന്നെ ഇവരെ വിളിച്ച് അറിയിച്ച് മുന്നറിയിപ്പ് നൽകി കത്ത് നൽകിയ ശേഷമാണ് ജപ്തി നടപടികളിലേക്ക് കടന്നത് എന്നുള്ളതാണ് ബാങ്ക് അധികൃതരുടെ വിശദീകരണം. നിഖിൽ പ്രമേശാണ് പാലക്കാട് നിന്ന് വിവരങ്ങൾ നൽകിയത്. കോഴിക്കോട് കക്കോടി KSEBക്ക് സമീപം അപകട ഭീഷണിയായി തേനീച്ചക്കൂട്ടം. പ്രദേശത്തെ കടകൾ താൽക്കാലികമായി അടച്ചു. ഫയർഫോഴ്സിലും വനം വകുപ്പിലും വിവരം അറിയിച്ചിട്ടും നടപടിയില്ലെന്നും പരാതിയുണ്ട്. ഷഹദ് റഹ്മാൻ കോഴിക്കോട് നിന്ന് ചേരുകയാണ്. ഷഹദ്, ആ തേനീച്ചക്കൂട്ടത്തിന്റെ ദൃശ്യങ്ങൾ തന്നെ പേടിപ്പിക്കുന്നതാണ്. ഇത്രയധികം ഭീഷണി ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് ഇതിനായി ഒരു നടപടിയിലേക്ക് അധികൃതർ കടക്കാത്തത്? എന്താണ് നാട്ടുകാരുടെ ആക്ഷേപം? പ്രവിത, ഇന്ന് ഉച്ചയോട് കൂടിയിട്ടാണ് പ്രവിത സൂചിപ്പിച്ചതുപോലെ ഈ ഭീതിപ്പെടുത്തുന്ന ദൃശ്യം ഇവിടെ കണ്ടു തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. ഉച്ചയ്ക്ക് 1 മണിയോട് കൂടിയിട്ടാണ് ഇത്തരത്തിൽ ഈ തേനീച്ചക്കൂട്ടം പെട്ടെന്ന് ഒരു ഭാഗത്തു നിന്ന് കൂട്ടമായിട്ട് വരികയും ഇവിടെയുള്ള ഈ കക്കോടിയിലുള്ള KSEB ഓഫീസിന് സമീപത്തുള്ള ചപ്പാത്തി കമ്പനിയുടെ ഒരു ഫ്ലോറിന് സമീപത്ത് ഇത്തരത്തിൽ വന്നൊന്നായിട്ട് കൂടണങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. ഇപ്പോൾ അത് ചെറിയ രീതിയിലെങ്കിലും ചെറിയൊരു ആശ്വാസം ഇവിടെയുണ്ട്. പക്ഷേ ഇപ്പോഴും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം അത് പലയിടങ്ങളിലേക്കായി പാറി പറക്കുന്നുണ്ട്. നമ്മൾ വരുന്ന ഘട്ടത്തിൽ ഇതായിരുന്നില്ല ഇവിടുത്തെ സാഹചര്യം. കാരണം വലിയ രീതിയിൽ വട്ടം ചുറ്റുന്ന ഒരു സാഹചര്യമായിരുന്നു. എന്നിട്ട് ഒരിടത്ത് പോയി കൂടുകൂട്ടുന്ന ഒരു സ്ഥിതിയുമായിരുന്നു. അതിനെ തുടർന്ന് ഇവിടെയുള്ള ഈ കടകൾ 2-3 കടകളുണ്ട് ഇവിടെ. ഈ പ്രദേശത്തുള്ള കടകളൊക്കെ അടച്ചിട്ടുകയായിരുന്നു. അല്പസമയം മുൻപാണ് കടകൾ തുറക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. ഇത് എപ്പോഴാണ് സംഭവം ഉണ്ടായിരുന്നത്? 2 മണി സമയത്ത് കുറേ പ്രാണികൾ ഇങ്ങനെ പറന്ന് വന്നു, ഇവിടെ വട്ടിട്ടു. അതിന് ശേഷമാണ് ഈ ഫില്ലറിൻ്റെ മുകളിൽ ഇങ്ങനെ തടിച്ചു കൂടിയത്. അപ്പോൾ ഇവിടെ ഷോപ്പ് ഞങ്ങൾ ക്ലോസ് ചെയ്ത് ഷട്ടർ താത്തിയിട്ടു. അപ്പം കച്ചവടം നടക്കുന്നില്ല. ഉച്ച സമയത്തായിരുന്നു, പള്ളി പോയി വന്ന സമയത്ത്. അപ്പം അതിന് ശേഷം ഇപ്പോൾ ശേഷം എല്ലാം കൂടി ഒന്ന് ഒതുങ്ങിക്കുന്നു. പറക്കലൊക്കെ നിന്ന് ഫില്ലറിൻ്റെ മുകളിൽ ഒതുങ്ങിക്കുന്നുണ്ട്. ഇത് പ്രധാനമായിട്ട് നമ്മളിത് ഒരു വാർത്ത കൊണ്ടുവരാനും അല്ലെങ്കിൽ ദൃശ്യങ്ങളടക്കം വാർത്ത കൊടുക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഇവിടെയുള്ള ഈ കടക്കാർ, നാട്ടുകാർ, ഫയർഫോഴ്സിനെയും ഒപ്പം തന്നെ നെയും ഈ വിവരം അറിയിച്ചു. പക്ഷേ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത് ഇത് അവരുടെ ഡിപ്പാർട്ട്മെന്റിൽ പെടുന്നതല്ല എന്ന് പറയുന്നു. ഫയർഫോഴ്സ് പറയുന്നു ഇത് അവരുടെയും ഡിപ്പാർട്ട്മെന്റിൽ പെടുന്നതല്ല എന്ന് പറയുന്നു. അങ്ങനെ 2 ഡിപ്പാർട്ട്മെന്റുകളും ഇതും തമ്മിൽ തട്ടിക്കളിക്കുകയാണ്. പക്ഷേ ചെറിയ രീതിയിലുള്ള ഏതെങ്കിലും ഒരു അനക്കം തട്ടിയാൽ ഇവിടെയുള്ള ആളുകളെ ആക്രമിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകും. ആ ഘട്ടത്തിൽ ഇതിന്റെ ഉത്തരവാദിത്തം ആർക്ക് എന്നുള്ളതാണ് പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യം. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഈ ഒരു ചപ്പാത്തി കമ്പനിയിലാണ്. ഈ ചപ്പാത്തി കമ്പനിയുടെ പൊറാട്ട ഇടിക്കുന്ന ഒക്കെ സ്ഥലത്താണ് ഇപ്പോൾ ഈ തേനീച്ചക്കൂടുള്ളത്. ഇവിടെയാണ് ഇത് കൂട് കൂട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് താൽക്കാലികമായി ഇത് ഷട്ടറിട്ട് അടച്ചിട്ടിരിക്കുകയാണ്. ഇപ്പോൾ മറ്റൊരു ഭാഗത്തു നിന്നാണ് ഇവരിപ്പോൾ ഈ ചപ്പാത്തിയൊക്കെ നിർമ്മിക്കുന്നത്. എന്തായാലും ഏറെ അപകടം നിറഞ്ഞ ഒരു സംഭവമാണ്. ബന്ധപ്പെട്ട അധികാരികൾ ഇതിനൊരു നടപടി സ്വീകരിക്കണം എന്നുള്ളതാണ് ഇവിടുത്തെ നാട്ടുകാരുടെ പ്രധാനപ്പെട്ട ആവശ്യം. തങ്ങളുടെ പരിധിയിൽ വരുന്നതല്ല എന്ന വനം വകുപ്പും ഫയർഫോഴ്സും ഒരേപോലെ പറയുമ്പോൾ പ്രതിസന്ധിയിലായിരിക്കുന്നത് അവിടെയുള്ള വ്യാപാര സ്ഥാപനങ്ങൾ ആണ്. എന്തായാലും ഇതിലൊരു ഇടപെടൽ ഉടൻ തന്നെ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയാണ് നമ്മളും മുന്നോട്ട് വയ്ക്കുന്നത്. ഇപ്പോൾ വരുന്ന ഒരു അപകട വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് കൂടി വളരെ പെട്ടെന്ന് പോവുകയാണ്. 4ാം ക്ലാസ് വിദ്യാർത്ഥിക്ക് ദാരുണാന്ത്യം. സ്കൂൾ ബസ് തലയിലൂടെ ഇറങ്ങി 4ാം ക്ലാസ് വിദ്യാർത്ഥിനി മരിച്ചു. മടവൂർ ഗവൺമെന്റ് LPSലെ 4ാം ക്ലാസ് വിദ്യാർത്ഥിനി കൃഷ്ണേന്ദുവാണ് മരിച്ചത്. കുട്ടിയെ ഇറക്കിയ ബസ് മുന്നോട്ടെടുത്തപ്പോഴാണ് അപകടമുണ്ടായത്. കുട്ടിയുടെ വീടിന് മുന്നിൽ വെച്ചാണ് സംഭവം എന്നതാണ്. ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് ഉടൻ തന്നെ മടങ്ങിയെത്താം ഇടവേളയ്ക്ക് ശേഷം. തിരുവനന്തപുരം മടവൂരിൽ സ്കൂൾ ബസ് തലയിലൂടെ കയറിയിറങ്ങി 4ാം ക്ലാസ് വിദ്യാർത്ഥിനിക്ക് ദാരുണാന്ത്യം. മടവൂർ ഗവൺമെന്റ് LPSലെ വിദ്യാർത്ഥിനി കൃഷ്ണേന്ദുവാണ് മരിച്ചത്. കുട്ടിയുടെ വീടിന്റെ മുന്നിലാണ് അപകടമുണ്ടായത്. NG പ്രതീഷ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. പ്രതീഷ്, സങ്കടകരമായ വാർത്തയാണ്. എങ്ങനെയാണ് ഈ അപകടമുണ്ടായത്?
പ്രവിത, തീർച്ചയായും തിരുവനന്തപുരം മടവൂരിൽ നിന്നാണ് വീണ്ടും ദാരുണമായ ഒരു വാർത്ത പുറത്തു വരുന്നത്. സ്കൂൾ ബസ് ഇടിച്ചാണ് ഈ വിദ്യാർത്ഥിനി മരിച്ചത്. ഈ വിദ്യാർത്ഥിനിയുടെ തലയിലൂടെ സ്കൂൾ ബസ് കയറി ഇറങ്ങി എന്നുള്ള ഏറ്റവും സങ്കടകരമായ, വേദനിപ്പിക്കുന്ന, ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. തിരുവനന്തപുരം മടവൂർ ഗവൺമെന്റ് UPSലെ 4ാം ക്ലാസ് വിദ്യാർത്ഥിനി കൃഷ്ണേന്ദുവാണ് മരിച്ചത്. ഈ കുട്ടിയുടെ വീടിന് മുന്നിൽ വെച്ച് തന്നെയാണ് അപകടമുണ്ടായത്. സ്കൂളിൽ നിന്ന് ഈ കുട്ടികളുമായി ഓരോ വീടുകളിലേക്കും ഈ ബസ് പോവുകയായിരുന്നു. ഈ കൃഷ്ണൻ 4ാം ക്ലാസ് വിദ്യാർത്ഥിനിയുടെ വീടിന് മുന്നിലെത്തി ഈ കുട്ടിയെ അവിടെ ഇറക്കിയ ശേഷം ബസ് മുന്നോട്ടെടുക്കുമ്പോഴാണ് ഈ അപകടമുണ്ടായത്. ബസ്സിന്റെ മുൻഭാഗത്ത് കൂടി ഈ കുട്ടി ക്രോസ് ചെയ്ത് പോവുകയായിരുന്നു. ഇത് ഡ്രൈവർ കണ്ടില്ല എന്നതാണ് നമുക്ക് പ്രാഥമികമായും മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. അപ്പോഴാണ് ഈ അപകടമുണ്ടായത്. ഈ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ കുട്ടിയുടെ മരണം സ്ഥിരീകരിച്ചു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. അടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ കുട്ടിയെ പ്രവേശിപ്പിച്ചെങ്കിലും അപ്പോഴേക്കും മരണം സംഭവിച്ചു എന്നുള്ള ഒരു പ്രാഥമിക വിവരമാണ് ആശുപത്രി അധികൃതരുടെയും ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഏകദേശം 4:30 കൂടിയാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത്. മടവൂർ ഗവൺമെന്റ് UPSലെ കുട്ടിയായ 4ാം ക്ലാസ് വിദ്യാർത്ഥിനി കൃഷ്ണേന്ദുവാണ് ഇത്തരത്തിൽ അപകടത്തിൽപ്പെട്ടത്. അതേ സ്കൂളിൽ തന്നെ സ്കൂൾ ബസ്സാണ് ഈ കുട്ടിയുടെ ദേഹത്തു കൂടി കയറി ഇറങ്ങുകയും മരണം സംഭവിക്കുകയും ചെയ്തിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട മറ്റ് പരിശോധനകളടക്കം പോലീസ് നടത്തുന്നുണ്ട്. അതിനുശേഷം മാത്രമായിരിക്കും ഈ അപകടത്തിലേക്ക് നയിച്ചതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം, അതുമായി ബന്ധപ്പെട്ടുള്ള സ്ഥിരീകരണങ്ങൾ ലഭ്യമാവുകയുള്ളൂ. പ്രവിത, MG പ്രതീഷാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ രമേശ് ചെന്നിത്തല മാധ്യമങ്ങളെ കാണുന്നു തത്സമയം. അല്ല, ഞാൻ IC ബാലകൃഷ്ണൻ എന്നോട് സംസാരിച്ചല്ലോ. അബ്സ്കോണ്ട് ചെയ്യേണ്ട കാര്യം എന്താ? നിയമപരമായ നടപടികളുമായിട്ട് മുന്നോട്ട് പോകും. അത് എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ. അപ്പം നിയമം എന്താണോ അനുശാസിക്കുന്നത് അതനുസരിച്ച് മുന്നോട്ട് പോകും. അല്ല, അതിപ്പോൾ ഇല്ലെന്നല്ല കോടതി പറഞ്ഞിരിക്കുന്നത്. അപ്പം പിന്നെ അതിനെപ്പറ്റി പറയേണ്ട കാര്യമില്ലല്ലോ. ഏതായാലും ആ കുടുംബം കോൺഗ്രസിനോടൊപ്പം തന്നെ ഉറച്ചു നിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും അവസാനത്തെ അവരുടെ നിലപാട്. അപ്പോൾ അത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ KPCC ഒരു അന്വേഷണ കമ്മീഷനെ വെച്ചിട്ടുണ്ട്. കമ്മീഷൻ്റെ റിപ്പോർട്ട് വരട്ടെ, വന്ന ശേഷം മറ്റു കാര്യങ്ങൾ ആലോചിക്കും. PV അൻവറെ UDF എടുക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയും ഇതുവരെ ഉണ്ടായിട്ടില്ല. പക്ഷെ PV അൻവർ ഉയർത്തിപ്പിടിക്കുന്ന ചില പ്രശ്നങ്ങളോട്, പ്രത്യേകിച്ച് വന നിയമ ഭേദഗതി ഉൾപ്പെടെയുള്ളതിനോട് നമുക്ക് യോജിപ്പുണ്ട്. പിന്നെ അദ്ദേഹത്തെ അന്ന് അറസ്റ്റ് ചെയ്ത രീതിയോട് നമ്മൾക്ക് എതിർപ്പുണ്ട്. മറ്റു കാര്യങ്ങൾ പാർട്ടിയും UDFും ആലോചിച്ച് തീരുമാനിക്കണം. അല്ല, അത് വരട്ടെ, ചർച്ച ആയിട്ടില്ലല്ലോ. വയനാട് DCC ട്രഷറർ NM വിജയന്റെ മരണവുമായി ബന്ധപ്പെട്ട് പ്രതി ചേർക്കപ്പെട്ട IC ബാലകൃഷ്ണൻ MLA കാണാനില്ല എന്നുള്ള പരാതിയിൽ അല്ലെങ്കിൽ ആക്ഷേപത്തിൽ പ്രതികരിക്കുകയായിരുന്നു രമേശ് ചെന്നിത്തല. അദ്ദേഹവുമായി സംസാരിച്ചിരുന്നു. അങ്ങനെ അദ്ദേഹത്തിന് മാറി നിൽക്കേണ്ട സാഹചര്യമില്ല, അന്വേഷണം നടക്കട്ടെ എന്നും നിയമത്തിൽ വിശ്വസിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം. കൊച്ചി കോർപ്പറേഷൻ കൌൺസിൽ യോഗത്തിൽ ബഹളം. കലൂർ സ്റ്റേഡിയത്തിൽ നടന്ന മൃദംഗനാദം പരിപാടിയിലെ വീഴ്ചയുമായി ബന്ധപ്പെട്ട പ്രമേയം ചർച്ച ചെയ്യുന്നതിനിടെയാണ് ബഹളമുണ്ടായത്. ഉമ തോമസ് MLAയ്ക്ക് പരുക്കേറ്റ അപകടത്തിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. യോഗം സ്തംഭിപ്പിച്ച പ്രതിപക്ഷത്തിന്റെ സമീപനം നിർഭാഗ്യകരമെന്ന് മേയർ M അനിൽകുമാർ വിമർശിച്ചു. ആൻമരിയ സണ്ണി കൊച്ചിയിൽ നിന്ന് ചേരുകയാണ്. ആൻമരിയ, എന്താണ് സംഭവിച്ചത്? കൊച്ചിൻ കോർപ്പറേഷൻ ഒരു സാധാരണ കൌൺസിൽ യോഗം, ആ രീതിയിൽ തന്നെയായിരുന്നു കൌൺസിൽ യോഗം ചേർത്തിരുന്നത്. പക്ഷേ അതിലെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട പ്രമേയമായി പ്രതിപക്ഷം അവതരിപ്പിച്ചത് ഈ കലൂർ സ്റ്റേഡിയത്തിലെ അപകടം തന്നെയായിരുന്നു. ഇത് പ്രതിപക്ഷ നേതാവ് ഈ പ്രമേയം അവതരിപ്പിക്കുന്നു. അതിനുശേഷം ഇവര് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വാക്കുതർക്കം ഉണ്ടാക്കുന്നു. പിന്നീടാണ് ഈ പ്രതിപക്ഷം നടുത്തളത്തിൽ ഇറങ്ങി പ്രതിഷേധിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മുൻപോട്ട് പോകുന്നത്. ഈ രീതിയിലുള്ള പ്രതിഷേധം ഈ യോഗം സ്തംഭിപ്പിക്കുന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് വന്നു. ഇതിനെ തുടർന്നാണ് മേയർ M അനിൽകുമാർ വാർത്താ സമ്മേളനം വിളിച്ചു ചേർക്കുന്നത്. ഈ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറയുന്നത് അന്വേഷണം തൃപ്തികരമെന്ന് KPCC പ്രസിഡന്റ് അടക്കം പറഞ്ഞതിന് ശേഷവും ഒരു രാഷ്ട്രീയ താല്പര്യം മുന്നിൽ കണ്ടുകൊണ്ടാണ് യോഗം സ്തംഭിപ്പിക്കുന്ന രീതിയിലേക്ക് പ്രതിപക്ഷം മുന്നോട്ട് നീങ്ങിയിരിക്കുന്നത്. കൃത്യമായി ഒരു ആലോചനയോട് ശേഷം നമുക്കിതിന്റെ കാര്യങ്ങളെല്ലാം
സമർപ്പിക്കാൻ കഴിയുന്നതായിരുന്നു. കൃത്യമായിട്ടുള്ള രേഖകൾ സമർപ്പിച്ചാൽ മാത്രമേ നഗരസഭയ്ക്ക് ഇതിൽ നടപടിയെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അത് മാത്രമല്ല, ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ടായിരുന്നു പ്രധാനമായിട്ടും അവർ പറഞ്ഞിരുന്നത്. പക്ഷേ പോലീസിന്റെ അന്വേഷണം നടക്കുന്നതിനാൽ അതിനിടയിൽ ഒരു ജുഡീഷ്യൽ അന്വേഷണം നടക്കത്തില്ല. നിലവിലെ അന്വേഷണത്തിൽ പുകമറ സൃഷ്ടിച്ച് കുറ്റവാളികളെ രക്ഷിക്കാൻ പ്രതിപക്ഷം ശ്രമിക്കുകയാണ് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് മേയർ എം അനിൽകുമാർ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും അന്വേഷണം നടക്കുന്നതിനിടയിലാണ് ഈ ഒരു പ്രമേയവുമായിട്ട് ഇപ്പോൾ പ്രതിപക്ഷം രംഗത്തെത്തിയതും അതൊരു വലിയ പ്രതിഷേധമായിട്ടും മാറിയത്. പ്രവിത മരിയ സണ്ണിയാണ് വിവരങ്ങൾ നൽകിയത്. കൊച്ചി കോർപ്പറേഷൻ കൌൺസിൽ യോഗത്തിൽ ബഹളം. കലൂർ സ്റ്റേഡിയത്തിൽ നടന്ന നൃത്തപരിപാടിയുമായി ബന്ധപ്പെട്ട പ്രമേയം ചർച്ച ചെയ്യുന്നതിനിടെയാണ് ബഹളം ഉണ്ടായത്. കേരളത്തിൽ നിന്നും ഹോട്ടൽ മാലിന്യങ്ങളുമായി കന്യാകുമാരിയിലേക്ക് പോയ 5 വാഹനങ്ങൾ പിടികൂടി. 9 പേർ അറസ്റ്റിലായി. തമിഴ്നാട് പോലീസിന്റേതാണ് നടപടി. MG പ്രതീഷ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. പ്രതീഷ്, വീണ്ടും നാണക്കേട് ഉണ്ടാക്കിക്കൊണ്ടാണ് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്നത്. കേരളത്തിൽ നിന്നും ഹോട്ടൽ മാലിന്യങ്ങൾ കന്യാകുമാരിയിലേക്ക് കൊണ്ടുപോയത് അവിടെ തള്ളാനാണ്. എന്താണ് പോലീസ് പറയുന്നത്? പ്രവിത, നേരത്തെയുണ്ടായ അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിലാണ് തമിഴ്നാട് പോലീസ് ഈ അതിർത്തി മേഖലകളിൽ നിരീക്ഷണം ശക്തമാക്കിയത്. ഇതിന്റെ ഭാഗമായാണ് ഈ കേരളത്തിൽ നിന്നുള്ള ഹോട്ടൽ മാലിന്യങ്ങൾ തമിഴ്നാട്ടിലേക്ക് കടത്താനുള്ള ശ്രമം ഈ പോലീസ് തടയുകയും ഈ വാഹനങ്ങൾ പിടിച്ചെടുക്കുകയും 9 പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുള്ളത്. കന്യാകുമാരി മേഖലയിലേക്കാണ് ഈ കേരളത്തിൽ നിന്ന് ഹോട്ടൽ മാലിന്യങ്ങൾ കൊണ്ടുപോയത്. ഈ വെള്ളറട പനച്ചമൂട് ഭാഗം വഴി കന്യാകുമാരിയിലേക്ക് കടക്കാനാണ് ഇവർ ശ്രമിച്ചത്. കന്യാകുമാരി പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന നടത്തുകയും ഡ്രൈവർ ഉൾപ്പെടെ 5 പേരെ 9 പേരെ പോലീസ് പിടികൂടുകയും ചെയ്തിരിക്കുന്നത്. തിരുവനന്തപുരം സ്വദേശികളായ ഷാൻഡോ, ദിനേഷ് കുമാർ, ഷാഹുൽ ഹമീദ് എന്നിവരുൾപ്പെടെയാണ് പിടിയിലായിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട നേരത്തെ നിരവധി വിവാദങ്ങൾ ഉയർന്നിരുന്നു. സർക്കാരിനടക്കം നാണക്കേടുണ്ടാക്കിയ ഒരു സംഭവം കൂടിയായിരുന്നു മാലിന്യം മറ്റൊരു സംസ്ഥാനത്ത് കൊണ്ട് തള്ളുന്നത്. പക്ഷേ അപ്പോഴും ഈ പാഠം പഠിച്ചില്ല എന്നതാണ് നമുക്ക് പറയാനുള്ളത്. പ്രവിത, MG പ്രതീഷാണ് വിവരങ്ങൾ നൽകി. ഇടവേള. മലപ്പുറം കുറ്റിപ്പുറത്ത് ഹണി ട്രാപ്പ് വഴി പണം തട്ടിയെടുത്തു. എടപ്പാൾ സ്വദേശിയായ യുവാവിന് 10 ലക്ഷം രൂപ നഷ്ടമായി. യുവാവിന്റെ പരാതിയിൽ അസം സ്വദേശികളായ ദമ്പതികൾ കുറ്റിപ്പുറം പോലീസിന്റെ പിടിയിലായി. സമീർ ബിൻ കരീം ചേരുകയാണ് മലപ്പുറത്ത് നിന്ന്. സലീം, എന്താണ് സംഭവിച്ചത്? ഉടൻ തന്നെ സമീറിലേക്ക് എത്തിച്ചേരാമെന്ന് പ്രതീക്ഷിക്കുകയാണ്. മലപ്പുറം കുറ്റിപ്പുറത്ത് ഹണി ട്രാപ്പ് വഴി പണം തട്ടിയെടുത്തുവെന്ന പരാതി. എടപ്പാൾ സ്വദേശിയായ യുവാവിന് 10 ലക്ഷം രൂപ നഷ്ടമായി. യുവാവിന്റെ പരാതിയിൽ അസം സ്വദേശികളായ ദമ്പതികൾ കുറ്റിപ്പുറം പോലീസിന്റെ പിടിയിലായിരിക്കുകയാണ്. സമീർ ബിൻ കരീം ചേരുകയാണ്. സമീർ, അസം സ്വദേശികളാണ് നിലവിൽ പിടിയിലായിരിക്കുന്നത്. ഇവർ കേരളത്തിൽ താമസിക്കുന്നവരാണോ? പോലീസ് ഇവരെ എവിടെ നിന്നാണ് പിടികൂടിയത്? കൂടുതൽ വിവരങ്ങൾ. നിലവിൽ കുറ്റിപ്പുറത്ത് നിന്നാണ് ഇവരെ പോലീസ് പിടികൂടിയിരിക്കുന്നത്. അസം സ്വദേശികളായ ദമ്പതികൾ യാസ്മിൻ ആലം, ഖദീജ ഖാത്തൂൻ എന്നീ 2 പേരാണ് നിലവിൽ കുറ്റിപ്പുറം പോലീസിന്റെ പിടിയിലായിരിക്കുന്നത്. എടപ്പാൾ സ്വദേശിയായ യുവാവിനെ വശീകരിച്ചുകൊണ്ടാണ് ഇവർ കൊണ്ടുപോയത്. പിന്നീട് ഈ നഗ്നമായ ഫോട്ടോ അടക്കം ഇവർ എടുക്കുകയും അത് വെച്ച് ഭീഷണിപ്പെടുത്തിയാണ് 10 ലക്ഷത്തോളം രൂപ ഈ ഇരുവരും ചേർന്ന് തട്ടിയെടുക്കുന്ന ഒരു സംഭവം ഉണ്ടായത്. ഇതിന് പിന്നാലെ യുവാവിന്റെ പരാതിയിൽ കുറ്റിപ്പുറം പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് നിലവിൽ പ്രതികൾ പിടിയിലായിരിക്കുന്നത്. ഇവരിൽ നിന്നും മൊബൈൽ ഫോൺ, അതോടൊപ്പം തന്നെ അശ്ലീല വീഡിയോ ഉൾപ്പെടെയുള്ളവ നിലവിൽ പോലീസ് കണ്ടെത്തിയിരിക്കുകയാണ്. വിശദമായ അന്വേഷണം പോലീസ് നടത്തുന്നുണ്ട്. ഇവർ മറ്റാരെങ്കിലും സമാനമായ രീതിയിൽ ഹണി ട്രാപ്പിൽ ഹണി ട്രാപ്പിൽ പെടുത്തിയിട്ടുണ്ടെന്നടക്കം പോലീസ് വിശദമായി തന്നെ പരിശോധിക്കുന്നുണ്ട്. ശരി, സമീർ ബിൻ കരീമാണ് വിവരങ്ങൾ നൽകിയത്. ശരണം സന്നിധാനം. സൈക്കിൾ പ്യൂർ അഗർബത്തി ശരണം സന്നിധാനം സമർപ്പിക്കുന്നത് അഗർബത്തി എന്നാൽ സൈക്കിൾ. ശബരിമല കാനനപാതയിലെ യാത്രാ നിയന്ത്രണങ്ങളിൽ ഇളവ്. എരുമേലി മുക്കുഴി കാനനപാതയിലൂടെ വെർച്വൽ ക്യൂ വഴി ഇതിനകം ബുക്ക് ചെയ്ത തീർത്ഥാടകരെ കടത്തിവിടും. നാളെ മുതൽ മകരവിളക്ക് ദിനമായ ചൊവ്വാഴ്ച വരെ നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. നോക്കാം ശബരിമലയിലെ ചടങ്ങുകൾ. BLM ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് ശബരിമലയിലെ ചടങ്ങുകൾ സമർപ്പിക്കുന്നത് ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. ഇതുവരെ പൂർണ്ണമാകുന്നു. ഇനി 100 വാർത്തകളുമായി കീർത്തനയെത്തും. നമസ്കാരം.